viewers, welcome back to my channel. So കുറേയായി ഞാനൊരു ജ്വല്ലറി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇയറിംഗ്സിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ റേറ്റ് നോക്കാം. 449 ആണ് റേറ്റ് വരുന്നത്. അപ്പം വോയില എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു ഇയറിംഗ് വരുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും ഫംഗ്ഷനിൽ പോകാനാണെങ്കിലും മാച്ചിങ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബ്ലാക്ക് കളർ ഇയറിംഗ് ആണ് വരുന്നത്. അപ്പം ബട്ടൺ ക്ലോസിങ് ആണ് ഈ ഒരു ഇയറിങ്സിന് വരുന്നത്. പിന്നെ ഇത് കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ ചെറുതായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ വെള്ളം ഒന്നും തട്ടാൻ പാടില്ലാത്ത ടൈപ്പ് ഒരു ഇയറിങ്സ് ആണ്. അപ്പം ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. നെക്സ്റ്റ് ഇയറിംഗ് നോക്കാം. സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇതൊരു ഫ്ലവർ മോഡലാണ്. അപ്പോൾ ഇതൊരു സിൽവറിൽ ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ വരുന്ന ടൈപ്പ് ഒരു മോഡലാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 349 റുപ്പീസാണ്. കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലൂവിൻ്റെ 2 ഷെയ്ഡാണ് മേലെ ആ സിൽവറിലുള്ള ഡിസൈനായിട്ട് വരുന്നത്. ഇതും നമുക്ക് അങ്ങനെ വെള്ളത്തിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ലാത്ത ടൈപ്പ് ഒരു ഇയറിംഗ് ആണ്. ജസ്റ്റ് വെയർ ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യുക. പിന്നെ താഴെ ഇങ്ങനെ ഒരു മണി പോലെ ലൈറ്റ് ഗ്രീനിഷ് കളർ മണി പോലെ ഉണ്ട്. ഇതിൻ്റെ ക്ലോഷർ ആണെങ്കിലും ബട്ടൺ ക്ലോഷറാണ് വരുന്നത്. നെക്സ്റ്റ് ഇയറിംഗ് യൂബെല്ല എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ആണ്. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 1272 റുപ്പീസാണ്. യൂബെല്ലാൻ്റെ മുന്നേ ഞാൻ വേറെ കുറേ ഇയറിങ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വേറെ വീഡിയോസിൽ. അപ്പോൾ ഇതും ഒരു ബ്ലൂ കളർ ഇയറിംഗ് ആണ് വരുന്നത്. ബ്ലൂവിൽ ഇങ്ങനെ സ്റ്റോൺസ് വരുന്ന ടൈപ്പ്. ഇതിൻ്റെ ക്ലോഷർ ഒരു വ്യത്യാസമുള്ള ടൈപ്പ് ഒരു ക്ലോഷറാണ്. അപ്പോൾ ഇത് നല്ല വെളിച്ചത്തിലൊക്കെ ആണെങ്കിൽ നല്ല ഈ സ്റ്റോൺസ് നല്ല ഷൈനിങ് ആയിട്ടിരിക്കും. ഈ ബ്ലൂ കളർ വലിയ സ്റ്റോൺ ആണെങ്കിലും നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ നല്ല തിളങ്ങിയിരിക്കും. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കളറാണ് വരുന്നത് ഇതിൻ്റെ മെറ്റാലിക് പാർട്ടിന്. മറ്റേ മുന്നേ കാണിച്ചതൊക്കെ സിൽവർ കളറായിരുന്നു. ഇത് വെളിച്ചത്തിൽ കുറച്ചും കൂടി നല്ല ഷൈനിങ് ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടിരിക്കും. ഇതിൻ്റെ ഒരു ക്ലോഷർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലോഷറാണ് വരുന്നത്. മുന്നേ രണ്ടും ഒരു ബട്ടൺ ക്ലോഷറായിരുന്നു. പക്ഷേ ഇത് നമുക്കിങ്ങനെ എന്താ പറയുക, ഓപ്പൺ ചെയ്തിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഒരു ക്ലോഷറാണ് വരുന്നത്. നേവി ബ്ലൂ ആണ് ഇതിൻ്റെ കളർ വരുന്നത്. പിന്നെ ബാക്കിൽ ഇങ്ങനെ ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതും അങ്ങനെ വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അങ്ങനെ ഡിഫിക്കൽട്ടൊന്നുമില്ല. നമുക്കങ്ങനെ വേദന എടുക്കത്തൊന്നുമില്ല ഇങ്ങനെ മുറുകിയിരിക്കുമ്പം. നെക്സ്റ്റ് വൺ ആമി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ബേസ് ആയിട്ടും വരുന്നത് ബ്രാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1750 റുപ്പീസാണ്. പക്ഷേ ഇത് സൈഡ്സിലൊക്കെ റിഡക്ഷനിലാണ് കിട്ടുന്നത്. ഇത്രയും റേറ്റൊന്നും ഇല്ല. ഇത് ഞാൻ നല്ല വെളിച്ചത്തിൽ കാണിച്ചു തരാം. നല്ല ഷൈനിങ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. അപ്പോൾ വൈറ്റ് മുത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഫ്ലവർ മോഡലായിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു ഇയറിംഗ് വരുന്നത്. നമുക്ക് വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയും പിന്നെ ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഇയറിംഗ് ആണിത്. ഇതിൻ്റെയും ക്ലോഷർ വരുന്നത് ബട്ടൺ ക്ലോഷറാണ്. നല്ല ഷൈനിങ് ആണ് ശരിക്കും. ആക്ച്വൽ നല്ല വെളിച്ചത്തിലാണെങ്കിൽ നല്ല ഷൈനിങ് ആണ്. നെക്സ്റ്റ് വൺ കാർട്ടൺ ലണ്ടൻ്റെ ഒരു ഇയറിംഗ് ആണ്. ഇതിൻ്റെ ഇവർ മാനുവൽ പോലെയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇതാണെങ്കിലും അങ്ങനെ വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ടൈപ്പ് ഒരു ഇയറിംഗ് ആണ്. 995 ആണ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത്. പിന്നെ ഇത് പാക്കേജിംഗ് ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിക്ക് സേഫ് ആയിട്ടൊക്കെയാണ് തരുന്നത്. അപ്പം കുറച്ചൊരു നമുക്ക് നല്ല റെഡ് കളറിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ക്ലോഷറോ അങ്ങനെയുള്ള ക്ലോഷറോ ഒന്നും അല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് സ്റ്റോൺ നടുക്ക് വന്നിട്ട് ചുറ്റും ചെറിയ വൈറ്റ് സ്റ്റോൺസാണ് വരുന്നത്. അപ്പം നല്ല ഫ്ലാഷ് ലൈറ്റ് ഇട്ട് കാണിക്കുമ്പം നല്ലൊരു ഗോൾഡൻ കളറാണ് വരുന്നത്. കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ കളറാണ് ഇതിന് മെറ്റാലിക് ആയിട്ടുള്ള ബോഡിയിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോൺസ് ആണെങ്കിലും അതിൻ്റെ കട്ട് ചെയ്തിരിക്കുന്നത് ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വെയിലാണ്. നെക്സ്റ്റ് വൺ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇയറിംഗ് ആണ്. ഇത് നമുക്ക് അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. അതേപോലെ നെക്സ്റ്റ് വൺ ഒരു യെല്ലോ കളറിൽ വരുന്ന ഒരു സ്റ്റോണിൻ്റെ ഒരു ഇയറിംഗ് ആണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇയറിംഗ് ആണ്. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ബട്ടണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള യെല്ലോ സ്റ്റോണും അതിൻ്റെ മേലെ ഒരു റൗണ്ടിലൊരു വൈറ്റ് സ്റ്റോണും പിന്നെ ഇങ്ങനെ ആ കമ്മലിൻ്റെ നീളത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ വൈറ്റ് സ്റ്റോൺസും വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഒരു ബട്ടർഫ്ലൈ ഇയറിംഗ് ആണ്. ബട്ടർഫ്ലൈൻ്റെ 2 വിങ്സ് പോലെ ഇരിക്കും 2 സൈഡിലും വരുന്നത്. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള റോസ് കളർ സ്റ്റോൺ ആണ് വരുന്നത്. ഇതും വെളിച്ചത്തിൽ നല്ല ഷൈനിങ് ആണ്. ഇതിൻ്റെ ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ക്ലോഷറാണ് വരുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് പാർട്ടി വെയറിൻ്റെ കൂടെ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്.
അടുത്തതും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇയറിംഗ് ആണ്. ഇതും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ, കുർത്താൻ്റെ കൂടെയോ അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഒരു മെറ്റാലിക് ആണ്, ഒരു യെല്ലോ ആണ് മെറ്റൽ കളർ എങ്കിലും ഗോൾഡൻ കളർ ആണെങ്കിലും അങ്ങനെ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ബ്രൈറ്റ് യെല്ലോ അല്ല വരുന്നത്. അതിൻ്റെ നടുക്കിങ്ങനെ ബ്ലാക്ക് കളറാണ് വരുന്നത്. അപ്പം ഒരു റെക്റ്റാങ്കിളും സ്ക്വയറും ഡിസൈൻസ് ആണ് ഈ ഒരു ഇയറിംഗ് വരുന്നത്. നല്ല തൂക്കമുള്ള ടൈപ്പ് ഒരു ഇയറിംഗ് ആണ്. സോ നെക്സ്റ്റ് ഇയറിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. വൈറ്റ് ആൻഡ് റോസ് സ്റ്റോൺസിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. ഇതിൻ്റെ മെറ്റാലിക് ബോഡി വരുമ്പം റോസ് ഗോൾഡ് ആണ് കളർ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ക്ലോഷർ നോക്കുകയാണെങ്കിലും മുന്നത്തെ പോലെ ബട്ടൺ ക്ലോഷർ അങ്ങനെ സാധാ ടൈപ്പ് ഒരു ക്ലോഷർ അല്ല. പക്ഷേ ഇതങ്ങനെ വെയർ ചെയ്യാനും പ്രശ്നമില്ല. അപ്പോൾ ഒരു സ്റ്റഡ് പോലെ കിടക്കില്ല, കുറച്ചും കൂടി താന്ന് കിടക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ വേലയ്ക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.